പേര് കിട്ടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് അത്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് എന്റെ ഫോട്ടോ എടുത്ത് ചേർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ഫോട്ടോ കൊണ്ടുവന്ന് ഒട്ടിച്ചല്ല കേട്ടോ. പിന്നെ ചിരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ചിരിക്കണു, എനിക്ക് സന്തോഷം വന്നു കഴിഞ്ഞാല് അതുപോലെ തമാശ കേട്ട് കഴിഞ്ഞാല് നല്ല മൂഡിലിരിക്കുന്ന സമയത്തൊക്കെ ചിരിക്കാൻ തോന്നും. ചിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ചിരിക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ ദാ ഈ വീഡിയോയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഫോട്ടോന്റെ അടുത്ത് എന്റെ വീഡിയോന്റെ അടുത്ത് നിങ്ങളെ വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, കോപ്പിറൈറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുക നിങ്ങളെ കല്യാണം കഴിഞ്ഞോ? ആ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെ പോയാൽ ഒരാൾക്ക് കല്യാണം കഴിക്കേണ്ട അവസ്ഥ നമുക്ക് കൊടുക്കാതിരിക്കട്ടെ. അള്ളാഹുവിനെ പോലെ സർവ്വത്തോട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, അതുപോലെ സഹോദരിമാരെ, ഇവിടെ കൂടുതൽ സഹോദരിമാരാണ് ഇതിൻ്റെ ആൾക്കാർ. അതാണ് ഇവിടെ ഒരു ഉസ്താദ് പറയുന്നത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. അദ്ദേഹം പറയുന്നത് ഈ ഓൺലൈൻ മജ്ലിസ്, വാട്സപ്പ്, മൊബൈൽ ഇതെല്ലാം ഉണ്ടല്ലോ. വാട്സപ്പിൽ കൂട്ടായ്മ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അതുപോലെ അഡ്മിന്മാർ, സിയാറത്ത് ടൂറ്, മജ്ലിസ് ഒക്കെ കാര്യങ്ങൾ. ഇതിൽ വന്ന കാശ് കൊണ്ട് അതുകൊണ്ട് സഹായിക്കുക ജനങ്ങളെ. ഇങ്ങോട്ടൊന്ന് ഒരു ഭാഗത്ത് നിന്ന് എടുക്കുക, ഒരു ഭാഗത്ത് കൊടുക്കുക. 10%, 100% എടുക്കുക, 10% മാത്രം കൊടുക്കുക. ഇവർക്ക് രാജാക്കന്മാരെ പോലെ വാഴണം, നല്ല വണ്ടിയിൽ പോകണം, ഒരു ജോലി ചെയ്യാതെ ഇവർക്ക് കഴിയണം. അതാണ് ഇവിടെ ഒരു ഉസ്താദ് പറയുന്നത്. ഉസ്താദിൻ്റെ പരിചയം നിങ്ങൾക്കുണ്ടാവും. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ കേൾക്കണം. പിന്നെ ബഹുമാനപ്പെട്ട ആറ്റക്കോയ എന്താണ് ചെയ്യുന്നത് എന്ന് രണ്ടാമത്തെ വീഡിയോയിൽ കാണാം. ഒന്നാമത്തെ വീഡിയോയിൽ ഈ ഉസ്താദ് പറയുന്നത് കേൾക്കുക ഇൻഷാ അല്ലാഹ്. അപ്പം എന്താ മാനസിക വിഭ്രാന്തി? അതിങ്ങനെ ഇത് രാവിലെയും വൈകുന്നേരം ഇങ്ങനെ ഓൺലൈൻ പരിപാടി കണ്ടുകൊണ്ടിരിക്കലാണ്. ഇപ്പം ഉമ്മ അതിനുണ്ട്, അഡിക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ അഡിക്റ്റ് ആയത് മാത്രമല്ല, ഇപ്പൊ ഇങ്ങനത്തെ ഒരു വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മക്കളോടൊക്കെ കാശ് ചോദിക്കുക, എനിക്ക് പുതിയ ഡ്രസ്സ് വേണം, ഞാൻ പെട്ടെന്ന് തങ്ങളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഉമ്മ അങ്ങനെ വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഉസ്താദ് എന്താ പറഞ്ഞിട്ട് നിങ്ങൾ മുഷാവറക്ക് എത്തുകൊടുക്കുന്നോ? ഉസ്താദ് പറഞ്ഞു തൽക്കാലം ആ ഫോണൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പറ്റും നോക്ക്. ആ ഫോൺ വാങ്ങി വെക്ക്, ഈ കാണലെന്ന് കുറച്ചാൽ തന്നെ കുറെ ഈ ഭ്രാന്ത് കുറയും. ആ ഫോൺ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞു. ഫോൺ വാങ്ങി വെച്ചപ്പോ ഈ സഹോദരി വയലന്റ് ആകുക, വയലന്റ് അക്രമോത്സുകമായിട്ട് പെരുമാറുക. അക്രമോത്സുകമായിട്ട് പെരുമാറുന്ന ഇതിന്റെ ഒക്കെ ഒരു സമനില തെറ്റുന്ന സ്വഭാവത്തിലേക്ക് എത്തിയപ്പോ ഇതിനെ വേറൊരു മകളുടെ വീട്ടിലേക്ക് മാറ്റി. കാരണം അയൽവാസികളൊക്കെ അറിഞ്ഞാൽ അതിൻ്റെതായൊരു അപമാന ഭാരം ഉണ്ടല്ലോ. അങ്ങനെ വീണ്ടും ഇതിങ്ങനെ രൂക്ഷമാകുന്നു. ഫോണ് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയിലേക്ക് എത്തുന്നു കണ്ടപ്പോ വീണ്ടും ഉസ്താദിനെ വിളിച്ചു. ഉസ്താദ് ഇതുകൊണ്ടൊന്നും പരിഹാരമാകുന്നില്ല. പെരിന്തൽമണ്ണയിലെ പ്രമുഖനായ ഒരു ഡോക്ടർ നമ്പർ കൊടുത്തു. ആ ഡോക്ടറെ ഈ സഹോദരിയുടെ ഈ മകള് വിളിച്ചു, ഫോണിൽ വിളിച്ചു. കാര്യങ്ങളൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയോ? ഇത് അറിവിൻ നിലാവാണോ അതോ നൂറെ ഹബീബാണോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആലോചിക്കണം. ഡോക്ടർ തിരിച്ച് പെരിന്തൽമണ്ണയിലെ അതാണ് സഹോദരന്മാരെ, അറിവിൻ നിലാവാണോ നൂറെ ഹബീബാണോ എന്ന് ഒരു ഉമ്മയാണ്, അഡിക്റ്റായതാണ്. ഈ മജ്ലിസ് നോക്കിയും കൊണ്ട് തങ്ങളെ കാണാൻ ആഗ്രഹിച്ച് നിയന്ത്രണം തെറ്റിപ്പോയി. ഡോക്ടറുടെ അടുക്കൽ പോയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് ഓൺലൈൻ മജ്ലിസാണ്, മജ്ലിസിൽ വന്നതായിരിക്കുന്ന അസുഖമാണ്. ഇത്രയും ഒരു പ്രായമുള്ള ഉമ്മാക്ക് ഇതുപോലെ ആകണമെങ്കിൽ ഈ ചെറുപ്രായക്കാരായ യുവതികളായ ആൾക്കാർ പിന്നെ അവിടെ തന്നെ ഇരിക്കാനും മജ്ലിസിനും അതുപോലെ ടൂറിനും അതുപോലെ സിയാറത്ത്, ഉംറ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ഭർത്താക്കന്മാരോട്
വാശി പിടിച്ച് നമുക്ക് പോകണം, ബർക്കത്തുണ്ടാകുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവന് ഒരു വിധിയുമില്ലാതെ കാശ് അയക്കും, ഇദ്ദേഹത്തെ കൂടെ പോകും. ഇതാണ്. ഇവരാണെങ്കിലോ ചെയ്യുന്നത് കിട്ടിയ കാശിന് ഒരുപാട് ആൾക്കാരെ, ഇവർക്കുള്ള സഹായികൾ, അതുപോലെ മജ്‌ലിസിലിരുന്ന് സംസാരിക്കാനും മജ്‌ലിസിലിരുന്ന് ദിക്ർ പറയാനും ദുആ ചെയ്യാനും അതിനാൾ, ഇതിലെല്ലാം കാശ് എവിടെന്ന് ഈ പാവപ്പെട്ട സുഹൃത്ത് നയിച്ചുണ്ടാക്കിയ, സൗദിയിൽ പോയി വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ഇവർക്ക് നല്ല രീതിയിൽ ഇഷ്ടം പോലെ ഭക്ഷണവും കാശും എല്ലാ കാര്യങ്ങളും ഇവരുടെ എല്ലാ സൗകര്യവും ഒരു ജോലിയും ചെയ്യാതെ കോട്യധിപതികളായ ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് കാശും ഒരുപാട് സ്വത്തുകളുമുള്ള ജനങ്ങൾ പോലും നയിച്ചുണ്ടാക്കുന്നു, അവർ പ്രവർത്തിക്കുന്നു, നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇവർക്കാണെങ്കിലോ ഇവർക്ക് ഒരു പണിയുമില്ല. രാവിലെ എണീച്ച് സുബഹി നിസ്കരിച്ചോ നിസ്കരിക്കാതെയോ തുടങ്ങി, അതാണ് മജ്‌ലിസ് തുടങ്ങി സ്ത്രീകളെ പോകാൻ പറയാ. കൂടുതൽ സ്ത്രീകളാണ് ഇവർക്ക്. അതും ഇദ്ദേഹത്തിനോ നമ്മുടെ ആറ്റക്കോയ ഹാമിദ് ആറ്റക്കോയ എന്ന് പറയുന്ന ഈ ഫകയൻ എന്താണ് ട്രോളുന്നവർക്ക് ട്രോളാൻ വേണ്ടി എന്ന് ഖുർആനിനെയും ദിക്റുകളെയും എല്ലാം തെറ്റി പറയുന്നതാണ്. അതൊന്നു ചെറിയ വീഡിയോ നിങ്ങൾ കാണുക ഇൻഷാ അല്ലാഹ്. لا أعلم إنك أو علانية ഒന്നും പാടിച്ചില്ല കേട്ടോ, ഒന്നും പാടിച്ചില്ല കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ കേട്ടോ. തെറ്റിയതല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ് ട്രോളന്മാർക്ക് ട്രോളാക്കാൻ നമ്മുടെ അവസരം ഉണ്ടായി കൊടുക്കുക കേട്ടോ. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ഇൻഷാ അല്ലാഹ് കേട്ടോ. അതെ, വായിക്കാൻ അറിയില്ല ഇൻഷാ അല്ലാഹ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഞാൻ വലിയ ഭാഗ്യവാനാ. സുബ്ഹാനല്ലാഹ്. അള്ളാഹുലേ ഇത്ര വലിയ ഭാഗ്യവാനാ. അള്ളാഹു ഓരോരോ മരുന്ന് റബ്ബന്നിട്ട് തരും അല്ലേ. ഇൻഷാ അല്ലാഹ്. അതാണ് സഹോദരന്മാരെ, ഇദ്ദേഹത്തിന് ഹാമിദ് ആറ്റക്കോയ തങ്ങൾ എന്ന് പേരുണ്ടെങ്കിലും അത് കൂടുതൽ ജനങ്ങൾ നാറ്റക്കോയ എന്നാണ് വിളിക്കാൻ കാരണമുണ്ട്. ഇദ്ദേഹം പ്രേമിക്കുന്ന വീഡിയോകൾ കാണണം, ഖുർആൻ തെറ്റിച്ച് ഓതുന്നതും കാണണോ, അതല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കോമാളിത്തരം, അവിടെ സിയാറത്തിന് പോയി ഉംറക്ക് പോയി ഒരു മിനിറ്റ് പോലും മൊബൈൽ താഴെ വെക്കാതെ ഇദ്ദേഹം ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളും അവിടെ വീഡിയോകളും എല്ലാം വല്ലാത്ത ഒരു അവസ്ഥയാണ്. ഇവർക്ക് ഇതുപോലെയുള്ള ആൾക്കാർ തന്നെ വേണം ഈ സ്ത്രീകൾക്ക്. അതാണ് എല്ലാം നശിപ്പിക്കാൻ വേണ്ടി ദാരിദ്ര്യത്തിലേക്ക്, അതുപോലെ വീട്ടിലുള്ള പെൺകുട്ടികൾ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനും വീട്ടിൻ്റേതായിരിക്കുന്ന ഒരു ചിന്തയുമില്ലെങ്കിൽ അതങ്ങനെ സംഭവിക്കും സഹോദരന്മാരെ. അതുപോലെ മയക്കുമരുന്ന്, അതുപോലെ ഡ്രഗ്സിലെല്ലാം അകപ്പെട്ട് യുവാക്കൾ ഇതെല്ലാം വീട്ടിൽ സ്വന്തം ബാപ്പയില്ലെങ്കിൽ നാട്ടിലില്ല, വിദേശത്താണ് നയിക്കുന്നത്. വീട്ടിലുള്ള ഉമ്മമാരാണ് ഇതെല്ലാം ശ്രദ്ധിക്കേണ്ടത്. അവർക്ക് ശ്രദ്ധിക്കാൻ സമയമില്ല. പോകണം, തങ്ങന്മാരുടെ പച്ചത്തട്ടം കാണുമ്പോൾ അവരുടെ ബാക്കിൽ പോകേണ്ടതായിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടതാണല്ലോ, അറിയും നിലാവോ അതിൻ്റെ സഫ്വാൻ, അദ്ദേഹത്തിൻ്റെ ഒരു കോലം കണ്ടല്ലോ. അദ്ദേഹത്തിനും വളരെ കൊതിയാണ്, നല്ല ഒരു മോഡലാകാൻ നല്ല കൊതിയുണ്ട്. ആകട്ടെ, എങ്കിലും പാവങ്ങളെ പറ്റിക്കരുതേ, പാവങ്ങളെ വിശ്വസിപ്പിച്ച് പറ്റിക്കരുതേ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.